നമസ്കാരം. പിണറായി സർക്കാരിന് എപ്പോഴും തലവേദന സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്തൊരു മന്ത്രിയാണ് സജി ചെറിയാൻ. വിവരം പോലും അദ്ദേഹത്തിനില്ല. ഭരണഘടനയെ ആക്ഷേപിച്ചത് വഴി മന്ത്രി കസേര നഷ്ടപ്പെടുകയും അതിനുശേഷം പള്ളിയിലെ കുറച്ച് അച്ഛന്മാരുടെ കയ്യും കാലും ഒക്കെ പിടിച്ചിട്ടാണ് തിരിച്ച് മന്ത്രി കസേരയിൽ വന്ന് ഇരുന്നത്. എന്നിട്ട് മണ്ടത്തരത്തിനും വിവരക്കേടിനും ഒരു കുറവുമില്ല. ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്നത് കുറ്റകരമല്ല എന്നാണ് സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത്. അതോടെ മന്ത്രി എം രാജേഷും സജി ചെറിയാനും തമ്മിൽ പൊരിഞ്ഞ അടിയായി. ഈ അടി മിക്കവാറും പുതിയ ഗവർണർ ആർലേക്കർ സജി ചെറിയാന്റെ പരിപ്പളക്കാൻ സാധ്യതയുണ്ട്. അതായത് പുതിയ ഗവർണർ മന്ത്രി സജി ചെറിയാന്റെ കസേര തെറുപ്പിക്കും. കുട്ടികളിലെ പുകവലിയെ ന്യായീകരിച്ച മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തെ തള്ളിയിരിക്കുകയാണ് എം പി രാജേഷ്. കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കാനാണ് എക്സൈസ് വകുപ്പിന്റെ തീവ്രമായ ശ്രമം. കുട്ടികളിലെ പുകവലി നല്ല ശീലമല്ല. മന്ത്രി സജി ചെറിയാൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടിയല്ല പറയുന്നത്. കുട്ടികളായല്ല പുകവലിക്കുന്നത്, ആരായിരുന്നാലും അത് കൂട്ടം കൂടിയിരുന്ന് പുക വലിച്ചാലും അത് ദോഷം തന്നെയാണ്. പ്രതിഭ MLA മകൻ ഉൾപ്പെടെ കഞ്ചാവ് കേസിനെ നിസാരവത്കരിച്ച മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസംഗമാണ് വിവാദമായത്. പ്രതിഭയുടെ മകൻ പോളിടെക്നിക് പഠിക്കുകയാണ്. കുട്ടികൾ കൂട്ടുകൂട്ടട്ടെ. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തതായി ഒരു കേസ് പോലുമില്ല. FIR ഞാൻ വായിച്ചതാണ്. അതിൽ പുക വലിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. വായിക്കാൻ വിവരവും ഇല്ലാത്ത വ്യക്തി FIR വായിച്ചാൽ എന്താവോ അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒരു സിഗരറ്റ് വലിക്കാറുണ്ട്. MD വാസുദേവൻ നായർ കെട്ടുകണക്കിന് ബീഡി വലിക്കാറുണ്ട്. പുക വലിച്ചത് തന്നെ ജാമ്യമില്ലാ വകുപ്പ് ഇടുന്നത് എന്തിനാണെന്ന് മന്ത്രി ചോദിച്ചു. കൊച്ചുകുട്ടികളല്ലേ, അവർ കമ്പനി കൂടും, സംസാരിക്കും, ചിലപ്പോൾ പുക വലിക്കും. വലിച്ചത് ശരിയാണെന്നല്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. പക്ഷെ ഇത് വലിയൊരു മഹാ അപരാധമാണോ? പ്രതിഭയുടെ മകൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ കൂട്ടുകൂടിയിരുന്നതിന് ഇതിന് പ്രതിഭയ്ക്ക് എന്തു ചെയ്യാൻ കഴിയും? അവർ സ്ത്രീയല്ലേ, ആ പരിഗണന നൽകേണ്ടത് അവർക്കൊരു സ്ത്രീ എന്ന നിലയിൽ ഒരു പരിഗണന നൽകട്ടെ. പ്രതിഭയെ വേട്ടയാടുകയാണ്. കേരളത്തിലെ 140 MLA-മാരിൽ ഏറ്റവും മികച്ച MLA ആണ് പ്രതിഭ. അതിനാലാണ് പാർട്ടി മത്സരിപ്പിച്ചത്. പ്രതിഭയെ വേദിയിൽ ഇരിക്കുകയാണ് സജി ചെറിയാൻ പ്രതിഭയെ പൊക്കി പൊക്കി ആകാശത്തിന്റെ അങ്ങ് മുകളിൽ വരെ പ്രതിഭയെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല. സജി വലിച്ചതിന് MLA-യുടെ, അതായത് കഞ്ചാവ് വലിച്ചതിന് MLA-യുടെ മകനെതിരെ എക്സൈസ് കേസ് എടുത്തതിന് പകരം ഉപദേശിച്ച് നന്നാക്കാമായിരുന്നു എന്നാണ് സജി ചെറിയാൻ പിന്നീട് വിശദീകരിച്ചത്. പ്രതിഭയുടെ മകൻ കഞ്ചാവ് വലിച്ചു എന്നതിന് തെളിവില്ലെന്നും തെറ്റായ സന്ദേശം നൽകിയിട്ടില്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു. എന്തായാലും സജി ചെറിയാൻ ഈ ഇന്ത്യൻ ഭരണഘടനയിലും IPC-യിലും എന്തായാലും എഴുതി ഒരു കാര്യം പരാമർശം നടത്തിയിട്ടില്ല. അതായത് മുഖ്യമന്ത്രിയുടെ മക്കളോ, കേരളം ഭരിക്കുന്ന മന്ത്രിയോ, ഇനിയിപ്പോ കേന്ദ്രം ഭരിക്കുന്ന മന്ത്രിയോ, MLA-യോ, പഞ്ചായത്ത് സെക്രട്ടറിയോ, ജില്ലാ കളക്ടറോ, ഹൈക്കോടതി ജഡ്ജിയോ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ, ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസോ ആരായിരുന്നാലും ശരി, ഇനിയിപ്പോ വിഖ്യാതമായ ഒരു സംവിധായകനോ, തിരക്കഥാകൃത്തോ, എഴുത്തുകാരനോ ആരും ആയിക്കോട്ടെ, അവരുടെ മക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാലോ വലിച്ചാലോ അതൊന്നും കേസ് എടുക്കാൻ പാടില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ പോലീസോ അല്ലെങ്കിൽ സർക്കാർ ഭരണകൂടമോ അവരെ ഉപദേശിച്ച് വിടണമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. വലിച്ചിട്ടുണ്ടോ, പോയി മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത്, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്, വലിച്ചിട്ടുണ്ടെന്ന് സ്വീകരണം നടത്തി FIR ഇട്ട് മാസവേറക്കണം. സാധാരണ ഒരു ചെറുപ്പക്കാരൻ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പോലീസുകാർ മൂന്നാം മുറ ചെയ്യുന്ന പതിവ് രീതിയില്ലേ? പ്രതിഭയ്ക്കും വേറെ ഒന്നുമില്ല, വലിയ വലിയ പദവിയൊന്നുമില്ല. ജനങ്ങൾ വോട്ടിട്ട് ജയിപ്പിച്ചു കൊണ്ടിരുത്തിയതാ. അത് അടുത്ത തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ തന്നെ അതിന് തിരിച്ചെടുത്തോളും എന്നത് ഞാൻ പറയുകയാണ്. പിന്നെ പ്രതിഭയൊക്കെ ഇത്രയ്ക്ക് വലിയ പ്രതിഭയെ കെയർ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ പ്രതിഭയെ ഓർത്ത് ദുഃഖിച്ച് ഹൃദയം പൊട്ടി ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ എറണാകുളത്ത് MLA ഉമ തോമസ് വീണപ്പോൾ തിരിഞ്ഞു പോലും നോക്കാത്ത മനസാക്ഷി ഇല്ലാത്തൊരു വ്യക്തിയാണ് സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രിയായിട്ടിരിക്കുന്നത്. 3-4 ദിവസമായി ഉമ തോമസ് ആശുപത്രി കിടക്കുന്നു. ഇത്രയെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ മന്ത്രി സജി ചെറിയാൻ പോയി ഉമ തോമസിനെ ഒന്ന് കാണണം. എങ്കിലേ ഒരു നട്ടലുള്ള ഒരു മന്ത്രി, ഒരു സാംസ്കാരിക മന്ത്രി എന്ന് ഭാവിയിൽ ജനങ്ങൾ ഓർക്കുകയുള്ളൂ.